ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഋതുസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ, നമ്മുടെ അടുക്കളത്തോട്ടം ചെയ്യുന്നവർക്ക് നേരിടുന്ന മെയിനായിട്ടുള്ള പ്രശ്നമാണ് നമ്മുടെ പച്ചമുളകിലെ കുരുടിപ്പ്. നമ്മൾ അടുക്കളത്തോട്ടം ചെയ്യുന്നവരുടെ വീടുകളിലുണ്ടല്ലോ, ഒരു മൂട് പച്ചമുളകെങ്കിലും കാണാതിരിക്കത്തില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിഷമടിച്ച് വരുന്ന പച്ചക്കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചമുളകാണ്. അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ വീടുകളിലും തൊടികളിലും ഒക്കെ ഇഷ്ടം പോലെ പച്ചമുളകും കാന്താരിയൊക്കെ നമ്മൾ കൃഷി ചെയ്തിരുന്നെങ്കിലും ഈ ഒരു അസുഖം, ഈ മുരടിപ്പ്, കുരുടിപ്പ്, പിന്നെ ഈ മണ്ടരി പോലുള്ള രോഗങ്ങൾ കാരണം ഉണ്ടല്ലോ, നമ്മളെല്ലാവരും ഉണ്ടല്ലോ പച്ചമുളക് കൃഷി ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുന്നൊരു സമയമാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു നല്ല ട്രിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണണേ. ഇത് നിങ്ങളൊന്ന് നോക്കിക്കേ, കണ്ടോ, നിറച്ച് പൂക്കളും ഒക്കെ ആയി. ഇത് 2 മൂട് മുളകാണ്. ഒരു മൂട് മുളകിന് കുഴപ്പമൊന്നുമില്ല, ഈ ഒരു മൂടിനാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ, ആദ്യം തന്നെ ഉണ്ടല്ലോ ഇത് മുളകോ കാര്യങ്ങളോ ഉണ്ടെന്നൊന്നും നോക്കില്ല. കണ്ടോ, മുളകൊക്കെ പിടിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ഉണ്ടല്ലോ, ആദ്യം തന്നെ ഉണ്ടല്ലോ ഈ കുടിച്ച് നിൽക്കുന്ന ഇലകളും മണ്ടകളും എല്ലാം നമ്മൾ പിച്ചി മാറ്റണേ. എന്നാൽ മാത്രമേ ഉണ്ടല്ലോ നമ്മൾ ഈ മരുന്നടിച്ചിട്ട് ഗുണമുള്ളേ. ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇത് ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് പെട്ടെന്ന് തന്നെ പടരും കേട്ടോ. അങ്ങനെ നമ്മുടെ ചെടികളെല്ലാം നശിച്ചു പോവേ. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടല്ലോ നമുക്ക് ഈ മണ്ടകളെല്ലാം ഉണ്ട്, ഇതുപോലെ കുരുടിച്ച് നിൽക്കുന്ന മണ്ടകളെല്ലാം നമുക്ക് പിച്ചിയെടുക്കാവേ. പിച്ചിയെടുത്ത ശേഷം ഇനി നമുക്ക് മരുന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. ഇത് നോക്കിക്കേ, നമ്മൾ അന്ന് ചെയ്ത നമ്മുടെ കുറ്റിക്കുരുമുളകിൻ്റെ തൈയാണ്, കണ്ടോ. അതിന് മണ്ടയൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 2-3 ആഴ്ചയും കൂടെ കഴിയാതെ ഇത് കട്ട് ചെയ്ത് വിടാൻ പറ്റത്തില്ല കേട്ടോ. നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത് തൈയായിട്ട് തന്നെ നമുക്ക് കിട്ടുവേ. അപ്പം ഇനി നമുക്ക് ഈ മുരടിപ്പിനും കുരുടിപ്പിനും പിന്നെ ഈ മണ്ടരി രോഗത്തിനും ഒക്കെയുള്ള മരുന്ന് നമുക്ക് എടുക്കാവേ. എങ്ങനെയാണെന്ന് നോക്കാവേ അതുണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലുണ്ടല്ലോ നമ്മൾ പല്ല് തേക്കുന്ന കോൾഗേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ഡ്രോപ്പ് എടുത്തിട്ടുണ്ട് കോൾഗേറ്റ്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലോട്ട് വേണ്ടതുണ്ടല്ലോ കുമ്മായമാണ്, 1 സ്പൂണ്. അപ്പം നമുക്ക് ഈ 1 സ്പൂൺ കുമ്മായം ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടതുണ്ടല്ലോ സോപ്പ് ലിക്വിഡാണ്. ഇത് നമ്മളുണ്ടല്ലോ ആ ചെടിയെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒഴിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വേപ്പെണ്ണയാണ്, 2-3 ഡ്രോപ്സ് മതിയേ. ഇനി ഇതിലോട്ടുണ്ടല്ലോ നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കാവേ. നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഇത് നമ്മുടെ സ്പ്രേ ബോട്ടിലോട്ട് ആക്കി കൊടുക്കാവേ. ഇത് 1 ലിറ്ററിൻ്റെ അളവാണ്. നമുക്കിനി 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാവേ ഇതിൽ. അപ്പം ഞാൻ ഇത് സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്കിനി നമ്മുടെ ചെടിയിലോട്ട് അടിച്ച് കൊടുക്കാവേ. ഓക്കെ, ഇതാണ് നമ്മുടെ ചെടി. നല്ലതായിട്ട് അടിച്ചു കൊടുക്കണേ. ആ ചെടി കുളിക്കത്തക്ക രീതിയിൽ അടിച്ചു കൊടുക്കണം. അതിൻ്റെ ഇലയുടെ അടികളിലോട്ട് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. കാരണം ഈ ചുരുണ്ടിങ്ങനെ ഇരിക്കുന്ന കാരണം ഇലകൾ, അതിൻ്റെ അടിയിലോട്ട് നമ്മൾ ഈ സ്പ്രേ ചെയ്യുന്ന ഇത് ചെല്ലത്തില്ല കേട്ടോ. അപ്പം നല്ലതായിട്ട് നമ്മൾ മുകളിലും അതിൻ്റെ ഇലയുടെ അടിയിലും ഒക്കെ വരത്തക്ക രീതിയിൽ നല്ലതായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണേ. എന്നാൽ മാത്രമേ ഉണ്ടല്ലോ നമ്മുടെ ഈ അസുഖം പൂർണ്ണമായിട്ട് മാറത്തുള്ളേ. ഇല്ലെങ്കിലുണ്ടല്ലോ ഈ അടിച്ചു കൊടുക്കുന്ന ഭാഗത്ത് മാത്രം മാറിയിട്ട് ബാക്കിയുണ്ടല്ലോ അവിടെ നിൽക്കും. നമുക്ക് പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ അസുഖം വരുവേ. അപ്പം നല്ലതായിട്ട് അടിച്ചു കൊടുക്കണേ. ഇലയുടെ അടികളിലും എല്ലാം ചെല്ലത്തക്ക രീതിയിൽ അടിച്ചു കൊടുക്കണേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടല്ലോ 2 ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുക്കണേ. ഒരാഴ്ചയ്ക്കുള്ളിൽ കേട്ടോ നമുക്ക് റിസൾട്ട് കിട്ടുവേ. നല്ല റിസൾട്ട് ഉണ്ടാകും കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ മുരടിപ്പ് രോഗം മാറുവേ. ഏതായാലും നല്ല രീതിയിൽ നമ്മൾ ഇതിൻ്റെ മണ്ട നുള്ളിക്കളഞ്ഞതിന് ശേഷം ഇത് അടിച്ചിട്ട് ഗുണമുള്ളേ. മുളകുണ്ടെന്നും പറഞ്ഞാൽ നമ്മൾ നുള്ളാതെ നിർത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഇത് ബാക്കിയുള്ളതിലും കൂടെ അങ്ങ് സ്പ്രെഡ് ആകും കേട്ടോ. ഇത് നമ്മൾ ഇന്നിപ്പോൾ വന്നെന്നിരിക്കട്ടെ, നമ്മൾ പിന്നെ അത് നിർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലുണ്ടല്ലോ നാളെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള മുളകുകൾക്കും എല്ലാം ഈ അസുഖം കാണാറുണ്ട് കേട്ടോ. അപ്പം ഇത് കഴിവതും നമ്മൾ മരുന്നടിച്ച് ഇതിനെ മാറ്റി വെക്കണം. സെപ്പറേറ്റ് ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എഫക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.